നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ചരിത്രമെന്ന മേഖലയിൽ നിന്നും ചോദിക്കുന്ന കുറച്ച് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. അതായത് ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന ചരിത്ര മേഖലയിൽ നിന്നുള്ള വേദിക് ഏജ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇത് ഞാൻ തയ്യാറാക്കിയ 15 വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ ഒരു നോട്ടാണ്. അതാണ് തീയതി 11/7/2021. UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കാലഘട്ടത്തിൽ തയ്യാറാക്കിയ ഒരു കൈയെഴുത്ത് നോട്ടാണിത്. അപ്പോൾ എന്താണ് വേദിക് ഏജ് എന്ന് നമുക്കൊന്ന് നോക്കാം. 1500 BC മുതൽ 1000 BC വരെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളെയാണ് നമ്മൾ വേദിക് ഏജ് എന്ന പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം വെച്ചാൽ ആര്യന്മാരുടെ കാലഘട്ടത്തിനെയാണ് നമ്മൾ വേദകാലഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ യഥാർത്ഥത്തിൽ ഈ ആര്യന്മാർ എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരെവിടെ നിന്നായിരുന്നു വന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1500 BCക്കും 1000 BCക്കും ഇടയിലാണെങ്കിലും ഇവർ ഇന്ത്യയിലേക്ക് വന്നതാണ് ഈ ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. എന്നാൽ ഇവരുടെ യഥാർത്ഥ ഉത്ഭവസ്ഥാനത്തെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളൊക്കെ പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും വിശ്വസനീയമായ കേന്ദ്രമെന്ന് പറയുന്നത് നമ്മളുടെ റഷ്യ, ഇപ്പോഴത്തെ പ്രസൻറ്റ് റഷ്യയുടെ ദക്ഷിണ ഭാഗം, അതായത് നമ്മൾ സെൻട്രൽ ഏഷ്യ എന്നും സെൻട്രൽ റഷ്യ എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ഏരിയ, പ്രോബബിളി നമ്മളുടെ ആൽപ്സ് പർവ്വത നിരകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെ ആണ് ഈ പറയുന്ന ആര് വന്നിരിക്കുന്നത്, നമ്മുടെ ആര്യന്മാർ വന്നിരിക്കുന്നത്. ഇവർ ആദ്യം അപ്പിയർ ചെയ്തിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇറാൻ എന്ന പ്രദേശമാണ്. അപ്പോൾ ഇറാൻ എന്നുള്ള മേഖലയിലാണ് ആദ്യമായിട്ട് ആര്യന്മാരെ കാണുന്നത്. പിന്നീട് പതുക്കെ ഇവർ ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. ഈ ആര്യന്മാരെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു കൃതിയിൽ നിന്നാണ്. ആ കൃതിയുടെ പേര് ഋഗ്വേദം എന്നാണ്. ഋഗ്വേദം എന്ന പേരായ ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കൃതിയിൽ നിന്നാണ് നമുക്ക് ഈ ആര്യന്മാരെക്കുറിച്ച് വിവരങ്ങൾ കിട്ടുന്നത്. ഋഗ്വേദം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പ്രകൃതി ശക്തികളായ അഗ്നിയെയും വരുണനെയും ഇന്ദ്രനെയും എല്ലാം ആരാധിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന കുറച്ച് പ്രാർത്ഥന കീർത്തനങ്ങളാണ്. ഇതിലാണ് ആദ്യമായിട്ട് നമ്മൾ മണ്ഡലങ്ങൾ കാണുന്നത്. അതായത് 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 2 മുതൽ 7 വരെയുള്ളത് ആദ്യകാലത്ത് എഴുതപ്പെട്ടതും 1 അതേപോലെ തന്നെ 9, 10, 8 എല്ലാം അവസാന കാലത്ത് എഴുതപ്പെട്ടതും എന്നാണ് കണക്കാക്കുന്നത്. ഋഗ്വേദത്തിന് ഒരുപാട് കാര്യങ്ങളിൽ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു സാമാന്യത അല്ലെങ്കിൽ ഒരു സാമാന്യമായൊരു ഫാക്ടർ കാണാൻ സാധിക്കുന്നത് പാഴ്സി അല്ലെങ്കിൽ ഇറാനിയൻ മതഗ്രന്ഥമായ സെൻറ്റ് അവസ്ഥയോടാണ് നമുക്ക് ഇതിനെ ഉമ്മിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആര്യന്മാർ വന്നത് എവിടെയാണ്, ഇന്ത്യയിലേക്കാണ്. 1500 BCക്ക് മുൻപാണ്. അപ്പോൾ ഈ ആര്യന്മാരെന്ന് പറഞ്ഞ വിഭാഗത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഇൻസ്ക്രിപ്ഷൻ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കസിറ്റി ഇൻസ്ക്രിപ്ഷനും അതേപോലെ തന്നെ മിതാനി ഇൻസ്ക്രിപ്ഷനുമുണ്ട്. മിതാനിലെ ഇൻസ്ക്രിപ്ഷനിലും കസീറ്റിയിലെ ഇൻസ്ക്രിപ്ഷനിലുമാണ് ആര്യന്മാരെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞ് വന്നിരിക്കുന്നത് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ ആര്യന്മാരെക്കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിവരണം എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിലാണ്. നമ്മളിപ്പോൾ സംസ്കൃതം എന്നൊക്കെയുള്ള പേരിൽ കരുതിപ്പോരുന്ന പഠിച്ചു പോരുന്ന ഭാഷയാണ് ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആര്യന്മാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദിവാസം ഉറപ്പിച്ച ആ സ്ഥലത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേര് സപ്തസിന്ധുവാന എന്നാണ്. സപ്തസിന്ധുവാന എന്ന പേരിൻ്റെ അർത്ഥം തന്നെ 7 നദികളുടെ സംഗമ ഭൂമി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, പഞ്ചാബ്, അതേപോലെ ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവ വരെയുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ സപ്തസിന്ധുവാന എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് സരസ്വതി, സിന്ധു, പരശ്നി, വിദാസ്ത, വിപാസ മുതലായ നദികൾ. അതായത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് മുതലായ നദികളുണ്ടല്ലോ, ആ 5 നദികൾ, സിന്ധുവും സിന്ധുവിൻ്റെ 5 പോഷക നദികളും സരസ്വതിയും കൂടി ചേരുന്ന ഒരു പ്രദേശം, അതായിരുന്നു സപ്തസിന്ധുവാന. സപ്തസിന്ധുവാന എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ ജലം നദിക്ക് പറഞ്ഞിരുന്ന പേര് വിധാസ്ത എന്നായിരുന്നു, ചെനാബിന് പറഞ്ഞിരുന്ന പേര് അസ്കിനി എന്നായിരുന്നു, രവിക്ക് പറഞ്ഞിരുന്ന പേര് പരശ്നി എന്നായിരുന്നു, ബിയാസിന് പറഞ്ഞിരുന്ന പേര് വിപാസ എന്നായിരുന്നു, സത്ലജിന് പറഞ്ഞിരുന്ന പേര് ശതദ്രു എന്നായിരുന്നു, സരസ്വതിക്ക് പറഞ്ഞിരുന്ന പേര് നദീതരണ എന്നുമായിരുന്നു. ഈ 6 നദികളും സിന്ധുവും കൂടി ചേരുമ്പോഴായിരുന്നു സപ്തസിന്ധുവാന എന്ന് പറഞ്ഞൊരു ഏരിയ. ഇവിടെയാണ് ആര്യന്മാർ ആദ്യമായിട്ട് വന്നത്. ഇവർ സെമി നൊമാഡിക് പീപ്പിൾ, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമായിരുന്നു ആര്യന്മാരെന്ന് പറഞ്ഞിരുന്ന ആളുകളെന്ന് പറയുന്നത്. ഈ ആര്യന്മാർ
ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഭാരതവർഷം എന്ന് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത്. ആര്യന്മാരാണ് മഹാഭാരത യുദ്ധം ചെയ്തത് എന്നുമൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആര്യന്മാരിവിടെ വന്നതിന് ശേഷമുണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ട്രൈബൽ കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ വന്ന ആര്യന്മാരാദ്യം 5 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു. അതാണ് പഞ്ചജന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പഞ്ചജനയിൽ ഏറ്റവും കരുത്തന്മാരായിട്ടുണ്ടായിരുന്ന ആ ജന എന്ന് വെച്ചാൽ നാട്ടുകൂട്ടമാണ്. അതാണ് ഭരത നാട്ടുകൂട്ടം, അതല്ലെന്നുണ്ടെങ്കിൽ തൃത്സു നാട്ടുകൂട്ടം എന്ന് പറയും. ട്രിറ്റ്സു എന്നും ഭരത എന്നും പറയുന്ന 2 നാട്ടുകൂട്ടങ്ങളായിരുന്നു ഏറ്റവും പവർഫുള്ളായിട്ടുണ്ടായിരുന്നത്. ഇവരായിരുന്നു ഇവിടുത്തെ റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ റൂളിംഗ് ക്ലാൻസ് എന്ന് പറയുന്ന ആൾക്കാർ ആര്യന്മാരായിരുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. പുരോഹിതൻ്റെ പേര് വസിഷ്ഠൻ എന്നായിരുന്നു. ഭരത റൂളിംഗ് ക്ലാൻ വാസ് ഒപ്പോസ്ഡ് ബൈ ദ 10 ചീഫ്സ്. അതായത് ഭരതവംശത്തെ എതിർത്തിരുന്ന ഒരു വിഭാഗമായിരുന്നു വിശ്വാമിത്രൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് റൂളിംഗ് ക്ലാസ്. വിശ്വാമിത്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരതവംശവും അതേപോലെ 10 രാജാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള വിശ്വാമിത്രൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു വിഭാഗവും അതേപോലെ വസിഷ്ഠൻ്റെ നേതൃത്വത്തിലുള്ള ഭരത വിഭാഗവും തമ്മിലാണ് യുദ്ധം നടന്നത്. യുദ്ധത്തിനൊടുവിൽ വിജയിച്ചത് ഭരത വിഭാഗമാണ് വിജയിച്ചത്. ഇനി നമുക്കിവരുടെ ആ ഒരു മെറ്റീരിയൽ ലൈഫിലേക്കൊന്ന് കടന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ്? ഇവർ കാർഷിക മേഖലയെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. കലപ്പ എന്ന് പറയുന്നത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഋഗ്വേദത്തിൽ കലപ്പയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് തടി കൊണ്ടുള്ള കലപ്പയാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ കന്നുകാലികൾ ഇണക്കി വളർത്തിയിരുന്ന ആൾക്കാരായിരുന്നു. അതേപോലെ പശുവിനെ തേടിയുള്ള യാത്രയ്ക്ക് പറഞ്ഞിരുന്നത് ഗവിഷ്ടി എന്നായിരുന്നു. ഗവിഷ്ടി എന്നുള്ള പദം ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പദം തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ധനമായിട്ട് കണക്കാക്കിയിരുന്നതാണ് പശുവിനെയാണ് കണക്കാക്കിയിരുന്നത്. ഗോ, അതായത് പശുവിനെയാണ് ഏറ്റവും വലിയ ധനമായിട്ട് ഇവിടെ കണക്കാക്കിയിരുന്നത്. പൂജാരിമാർ ചെയ്യുന്ന പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ വഴിപാടായിട്ട് കണക്കാക്കിയിരുന്നതാണ് പശുവിനെ കൊടുക്കുക, അതല്ലെങ്കിൽ കന്യകയെ കൊടുക്കുക. അപ്പോൾ കന്യാദാനം, ഗോദാനം മുതലായ ദാനങ്ങളായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത്. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ലോഹം എന്നുള്ള പദപ്രയോഗം കണ്ടുവരുന്നത്. അതായത് ലോഹങ്ങൾക്ക് പറഞ്ഞിരുന്ന പേര് ആയാസ് എന്നായിരുന്നു. വേദകാലഘട്ടത്തിൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന ലോഹങ്ങളെന്ന് പറയുന്നത് കോപ്പർ, അതേപോലെ തന്നെ ബ്രോൺസ്. കോപ്പർ, ബ്രോൺസ് എന്നീ ലോഹങ്ങളായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്നത്. സമുദ്രം എന്നുള്ള പദം ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും ആ സമുദ്രം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന വലിയ കടലിനെ കുറിച്ചായിരുന്നില്ല പറയുന്നത്. ഒരു കളക്ഷൻ ഓഫ് വാട്ടർ, അതായത് ഏതെങ്കിലും വലിയൊരു തടാകത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു ഇവിടെ ഈ ഋഗ്വേദ കാലഘട്ടത്തിൽ ഈ സമുദ്രം എന്നുള്ള പദം കൊണ്ട് പരാമർശിക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഋഗ്വേദ കാലഘട്ടത്തിലെ സൊസൈറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോളിറ്റിയെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ജനം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ താമസിച്ചിരുന്ന ഒരു കൂട്ടായ്മയാണ് ജനം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ജനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൂട്ടായ്മയാണ് ജനമെന്ന് വിശേഷിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തിനെയാണ് ജനം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇത് 275ഓളം ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഋഗ്വേദത്തിൽ 275ഓളം സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ പറയുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ജനമാണ് പിൽക്കാലത്ത് ജനപദമായിട്ട് ഉയർന്നു വന്നത്. പക്ഷേ ഋഗ്വേദ കാലഘട്ടത്തിൽ ഒരിക്കലും ജനപദം രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ജനങ്ങളുടെ കൂട്ടായ്മയായ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു ഗ്രൂപ്പായ ജനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ ഋഗ്വേദത്തിൽ വംശത്തെ കുറിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് വിസ് എന്ന് പറയാറുണ്ട്. ഈ വിസ് എന്നുള്ള പദം 170 സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിസ്സാണ് പിന്നീട് ഗ്രാമം എന്ന രീതിയിൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് വിഭജിക്കപ്പെട്ട് പോയത് എന്നും പറയുന്നു. ഈ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കൂട്ടായ്മയാണെന്ന് പറയാം. ഓരോ ജനയ്ക്കും അതിൻ്റെതായ ഒരു നാടുവാഴി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓരോ നാടിനും അതിൻ്റെതായ ഒരു നാടുവാഴി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പരമ്പരാഗതമായിട്ടുള്ള രാജവാഴ്ച പോലെ നാടുവാഴ്ചയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ട്രൈബൽ അസംബ്ലി എന്ന് പറയുന്ന സമിതി, അവരായിരുന്നു ഈ പറയുന്ന രാജാവിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ നടത്തിയിരുന്നത്. ഒരു രാജാവിന് മക്കൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അതിലേറ്റവും കൊള്ളാവുന്ന മകൻ ഏതാണോ അവനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പഴയ കാലത്തെ അസംബ്ലിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സഭയെന്നും സമിതിയെന്നും വിധാത എന്നും ഗണയെന്നും ഒക്കെയാണ് പഴയ കാലത്തെ അസംബ്ലി അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പഴയകാലത്ത് അസംബ്ലി അറിയപ്പെട്ടിരുന്നത് സഭ, സമിതി, വിധാത, ഗണ എന്നീ പേരുകളിലായിരുന്നു പഴയ കാലത്തെ അസംബ്ലികൾ അറിയപ്പെട്ടിരുന്നത്. അതിൽ ഏറ്റവും പഴക്കം ചെന്നത് ഏതെന്ന് ചോദിച്ചാൽ വിധാത എന്ന അസംബ്ലിയായിരുന്നു ഏറ്റവും പഴക്കം ചെന്ന അസംബ്ലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സഭയും സമിതിയും ഏറ്റവും പരമപ്രധാനമായ പ്രാധാന്യമുള്ള അസംബ്ലികളായിരുന്നു. സഭയിൽ ഇരുന്നിരുന്നത് ആ നാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന മുതിർന്ന അംഗങ്ങളായിരുന്നു.
ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന വിഭാഗമാണ് പുരോഹിതന്മാർ. പ്രധാനമായിട്ടും പുരോഹിതന്മാർ മതപരമായ കാര്യങ്ങളിൽ രാജാവിനെ ഉപദേശിച്ചിരുന്ന ആൾക്കാരായിരുന്നുവെങ്കിൽ രാജാവിനെ സഹായിക്കുവാനായിട്ടുണ്ടായിരുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ പേരാണ് സേനാനി എന്നാണ് പറയുന്നത്. സേനാനി എന്ന് പറയുന്ന ആൾ ആരായിരുന്നു? ആർമിയുടെ ലീഡറായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു സേനാനി എന്ന് പറയുന്നത്. ഇനി ഋഗ്വേദ കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഋഗ്വേദ കാലഘട്ടത്തെ നയിച്ചിരുന്ന രണ്ട് പുരോഹിതന്മാരുണ്ട്. അവരുടെ പേരാണ് വസിഷ്ഠനും വിശ്വാമിത്രനും എന്നാണ് പറയുന്നത്. വസിഷ്ഠൻ എന്ന് പറയുന്നയാൾ യാഥാസ്ഥിതിക ചിന്താഗതിക്കാരനായിരുന്നുവെങ്കിൽ വിശ്വാമിത്രൻ എന്ന് പറയുന്നയാൾ ലിബറൽ കാഴ്ചപ്പാടുള്ള ആളായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വിശ്വാമിത്ര മഹർഷി എഴുതിയ ഒരു കൃതിയായിട്ടാണ് ഗായത്രി മണ്ഡലത്തെ കണക്കാക്കുന്നത്. ഗായത്രി മന്ത്രം എന്ന് പറയാൻ നേരത്ത് ഓം ഭുർഭുവസ്വഹ തത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയ എന്ന് പറയുന്ന ആ ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. അത് എഴുതിയിരിക്കുന്നത് വിശ്വാമിത്ര മഹർഷിയെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതേപോലെ തന്നെ രാജാവിന് നികുതി വരുമാനം ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ജനങ്ങളിൽ നിന്ന്. പക്ഷേ ജനങ്ങൾ രാജാവിന് നികുതി വരുമാനം എന്ന് പറയുന്നത് അവരുടെ സ്വമേധയാ ഉള്ളൊരു നികുതി വരുമാനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ രാജാവിന് ലഭിച്ചിരുന്ന ആ നികുതി വരുമാനത്തെ പറഞ്ഞിരുന്നവർ ബലി എന്ന് പേരിട്ടായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ഇനി നമ്മൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കന്നുകാലിയായിരുന്നു ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കന്നുകാലികളെയൊക്കെ മേയ്ക്കുന്ന മേച്ചിൽപ്പുറങ്ങളുണ്ട്. ആ മേച്ചിൽപ്പുറങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥൻ്റെ പേര് വ്രജപതി എന്നായിരുന്നു. മേച്ചിൽപ്പുറങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് വ്രജപതി എന്നായിരുന്നു ഉദ്യോഗസ്ഥൻ്റെ പേര്. ഈ വ്രജപതി എന്ന് പറയുന്നയാളാരായിരുന്നു? ഈ കുടുംബങ്ങളുടെ നാഥൻ, കുടുംബനാഥന്മാരെ നയിച്ചിരുന്നയാളായിരുന്നു വ്രജപതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുടുംബനാഥന്മാർ അല്ലെങ്കിൽ ഗ്രാമനാഥന്മാരെന്ന് പറഞ്ഞ ആൾക്കാരെ യുദ്ധത്തിൽ നയിച്ചിരുന്ന ആളായിരുന്നു ഈ വ്രജപതി എന്ന് പറയുന്നയാൾ. ഇനി രാജാവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാജാവിന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പട്ടാളത്തെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഒരു സ്റ്റാൻഡിങ് ആർമി രാജാവിന് എന്നും ഉണ്ടായിരുന്നു. ഈ രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നത് ഒരു വ്രതം പോലെ, ഒരു നിഷ്ഠ പോലെ കണക്കാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഈ പറയുന്ന ഗ്രാമത്തിലെയും മൃതയിലെയും ഗണയിലെയും എല്ലാം ആളുകളെന്ന് പറയുന്നത്. ഈ കാലത്തുള്ള സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പെട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തെയാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആൺകുഞ്ഞിൻ്റെ ജനനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് വിവാഹമെന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യമി എന്ന് പറയുന്ന ഒരു ദേവത അവരുടെ സഹോദരനായ യമൻ എന്ന ഒരു ദേവനോട് വിവാഹത്തെക്കുറിച്ച് അഭ്യർത്ഥിക്കുന്നതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള വിവാഹ നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ പൊളിയാൻഡ്രി എന്ന് പറയുന്ന ബഹുഭർത്തൃത്വവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ വിഡോ റീമാരേജ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നിലനിന്നിരുന്നു. വേദകാലഘട്ടത്തിൽ വിധവാ വിവാഹങ്ങൾ നിലനിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. അതേപോലെ ശൈശവ വിവാഹങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. വിവാഹപ്രായം എന്ന് പറയുന്നത് 16 മുതൽ 17 വയസ്സ് വരെയാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അതേപോലെ രാഷ്ട്രം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുമില്ലായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സാമൂഹികമായ ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ജീവിക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു വേദകാലം. അതുകൊണ്ട് ആ വേദകാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകൂ എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആഹ്വാനം ചെയ്തത്. ഇനി നമുക്ക് സോഷ്യൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് നോക്കാം. അതായത് സോഷ്യൽ ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യതിയാനമാണ് ഈ നമ്മുടെ ഋഗ്വേദ കാലഘട്ടത്തിൽ ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥിതി എന്ന് പറഞ്ഞത് ഉടലെടുത്തിരുന്നില്ല. ആ കാലഘട്ടത്തിൽ വെറും 2 വർണ്ണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആര്യവർണ്ണം, മറ്റൊന്ന് ദാസവർണ്ണം. അപ്പോൾ ആര്യവർണ്ണവും ദാസവർണ്ണവും എന്ന് പറഞ്ഞ 2 രീതിയിലായിരുന്നു അന്നത്തെ കാലത്ത് സമൂഹത്തെ തരംതിരിക്കപ്പെട്ടിരുന്നത്. കൂടാതെ യുദ്ധം ചെയ്യുന്ന വാരിയർ ഗ്രൂപ്പുകളും പൗരോഹിത്യം ചെയ്യുന്ന പൂജാരികളും അതേപോലെ കോമൺ പീപ്പിൾ ഇങ്ങനെ 3 കാറ്റഗറി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 4ാമത്തെ ഡിവിഷനായിട്ടുള്ള ശൂദ്ര എന്ന് പറഞ്ഞൊരു പദം ഈ കാലഘട്ടത്തിൽ ഋഗ്വേദ കാലഘട്ടത്തിൻ്റെ അവസാനങ്ങളിലാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കുന്നതാണ് ഋഗ്വേദത്തിൻ്റെ 10ാമത്തെ മണ്ഡലമായിട്ടുള്ള പുരുഷ സൂക്തത്തിലാണ് ചാതുർവർണ്ണീയ വ്യവസ്ഥിതിയെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഋഗ്വേദ കാലഘട്ടത്തിലെ വേദങ്ങൾ ഋഗ്വേദ കാലഘട്ടത്തിലെ ദേവതമാരെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ദേവതമാരുണ്ട്. ഈ ദേവതമാരെ ആരാധിച്ചിരുന്നത് എന്തിനാണ്? നല്ല കുട്ടികൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ട്, പശുവിൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഒരു കുടുംബത്തിൻ്റെ സമ്പത്ത് വളരെയേറെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഋഗ്വേദ കാലഘട്ടത്തിൽ ദേവതമാരെ ആരാധിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഋഗ്വേദ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് ഇന്ദ്രൻ.
ഇന്ദ്രനെക്കുറിച്ച് 250ഓളം മന്ത്രങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഇന്ദ്രൻ യുദ്ധത്തിൻ്റെ ദേവതയായിട്ട് കണക്കാക്കുന്നു, അതേപോലെ കാലാവസ്ഥയുടെ ദേവതയായിട്ട് കണക്കാക്കുന്നു. കോട്ടകളെ നശിപ്പിക്കുന്ന വ്യക്തിയായതിനാൽ പുരന്തരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വൃത്രൻ എന്ന അസുരനെ ഹനിച്ചതിനാൽ വൃത്രഹാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നവനായതിനാൽ മേഘയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ജിതേന്ദ്രൻ എന്ന പേരിലും സോമപ എന്ന പേരിലുമൊക്കെ അറിയപ്പെടുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രനെ മഴയുടെ ദൈവം എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. കാരണം മഴയ്ക്ക് കാരണമാകുന്നത് ഇന്ദ്രനായതിനാലാണ് ഇന്ദ്രനെ മഴയുടെ ദേവനെന്ന് വിശേഷിപ്പിക്കുന്നത്. അഗ്നിയുണ്ട്. അഗ്നിയെക്കുറിച്ച് 200ഓളം ഉച്ചാരണങ്ങളാണ് ഇവിടെ ഋഗ്വേദത്തിൽ ഉള്ളത്. അപ്പോൾ അഗ്നി എന്ന ആ ഒരു ദേവനെ 200ഓളം ഉച്ചാരണങ്ങൾ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള മധ്യവർത്തി എന്ന നിലയിലാണ് അഗ്നിയെ ആരാധിക്കുന്നത്. ആകാശത്ത് ഇടിമുഴക്കവും മിന്നലും ഉണ്ടാകുമ്പോൾ സ്വർഗത്തിൽ അഗ്നി കത്തുകയാണ് അല്ലെങ്കിൽ അഗ്നി ജ്വലിക്കുകയാണെന്ന ചിന്തയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അടുത്ത വരുണൻ എന്ന ദേവതയുണ്ട്. വരുണൻ പ്രപഞ്ച നിയമത്തിൻ്റെ പരിരക്ഷകനാണ് വരുണൻ എന്ന് പറയുന്നത്. പ്രളയം വന്ന് സർവ്വതും നശിക്കുന്നത് പ്രപഞ്ച നിയമത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ക്ഷമിക്കുവാൻ അപേക്ഷിക്കുന്നത് വരുണനോടാണ് അപേക്ഷിക്കുന്നത്. ഇനി അടുത്ത ഒരു ദേവനാണ് യമൻ എന്ന് പറയുന്നത്. യമൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ആ മനുഷ്യൻ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ട് ചെല്ലുന്നൊരു ലോകമുണ്ട്. ആ ലോകത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് യമൻ. മറ്റൊരു ദൈവമാണ് സോമൻ എന്ന് പറയുന്നത്. സോമ എന്ന് പറയാൻ നേരത്ത് ഒരു പാനീയമാണ്. നമുക്ക് ഒരു ഉത്തേജനം നൽകുന്നൊരു ലഹരി പാനീയമായിട്ടാണ് സോമപാനത്തെ കണക്കാക്കുന്നത്. ഇത് ചെടികളിൽ നിന്നും വള്ളികളിൽ നിന്നുമാണ് സോമരസം സൃഷ്ടിക്കുന്നത്. അന്നത്തെ കാലത്ത് സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം എങ്ങനെയായിരുന്നു വേദകാലഘട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. വേദകാലഘട്ടത്തിൽ സ്ത്രീകൾ സഭയും സമിതിയും മുതലായ കൂടായ്മകളും അല്ലെങ്കിൽ കൂടിച്ചേരലുകളിലുമെല്ലാം സജീവമായിട്ട് പങ്കെടുത്തിരുന്ന ആൾക്കാരായിരുന്നു സ്ത്രീകളെന്ന് പറയുന്നത്. അവർ യാഗങ്ങൾ യജ്ഞങ്ങളുമെല്ലാം ചെയ്യുന്നതിന് അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ പങ്കെടുത്തിരുന്ന ആളുകളായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് യജ്ഞങ്ങൾ ചെയ്യുന്നതിന് പ്രതിഫലമായിട്ട് ദാനവും അതേപോലെ മറ്റു കാര്യങ്ങളുമെല്ലാം കിട്ടിയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇനി അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തെല്ലാമായിരുന്നു? വേദകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് രാജസൂയം എന്ന് പറയുന്നത്. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്ന ഒരു യജ്ഞമാണ് രാജസൂയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നടത്തപ്പെട്ടിരുന്ന മറ്റൊരു ആചാരമാണ് അശ്വമേധം എന്ന് പറയുന്നത്. ഒരു കുതിരയെ ഒരു രാജാവ് അഴിച്ചുവിടുന്നു. ആ കുതിര ചെന്ന പ്രദേശങ്ങളെല്ലാം രാജാവിൻ്റെ സ്വന്തം അല്ലെങ്കിൽ രാജാവിൻ്റെ വിധേയത്വം അംഗീകരിക്കുന്ന പ്രദേശങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റൊന്ന് വാജപേയം എന്ന് പറയുന്നതാണ്. എന്താണ് വാജപേയം എന്ന് ചോദിച്ചാൽ, വാജപേയം എന്നാൽ ഒരു രഥോത്സവമാണ്. രാജാവും രാജാവിൻ്റെ പരിവാരങ്ങളും മത്സരാർത്ഥികളുമെല്ലാം രഥം വേഗത്തിൽ ഉരുട്ടുന്നു. 17 ദിവസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. ഇതിൽ രാജാവിൻ്റെ തേരായിരിക്കും എപ്പോഴും വിജയിച്ചു വരുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിവാഹ സമ്പ്രദായത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വിവാഹ സമ്പ്രദായമാണ് ടൈപ്സ് ഓഫ് മാരേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടൈപ്സ് ഓഫ് മാരേജ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിവാഹമാണ് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. ബ്രഹ്മവിവാഹം ടൈപ്സ് ഓഫ് മാരേജ് ബ്രഹ്മവിവാഹമാണ്. മാരേജ് ഓഫ് എ ഡ്യൂലി ഡൗറീഡ് ഗേൾ ടു എ മാൻ ഓഫ് ദ സെയിം ക്ലാസ്. ഒരേ വർണ്ണത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ മറ്റൊരു പുരുഷന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമ്പ്രദായമാണ് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. അടുത്തത് ദൈവവിവാഹമുണ്ട്. എന്താണ് ദൈവവിവാഹമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു പൂജാരിക്ക് ദാനമായി കൊടുക്കുന്നതാണ് ഏത് വിവാഹം? ദൈവവിവാഹം എന്ന് പറയുന്നത്. ഇനി ആർഷവിവാഹമുണ്ട്. എന്താണ് ആർഷവിവാഹം എന്ന് കൂടി നമുക്ക് നോക്കാം. അതായത് ഒരു ടോക്കൺ ബ്രൈഡ് ഫ്രീ ആയിട്ട് ആരെ കൊടുക്കുകയാണ്? പശുവിനെയോ കാളയെയോ കൊടുക്കുകയാണ്. ഒരു കാളയെയോ പശുവിനെയോ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് പ്രതിഫലമായിട്ട് കൊടുക്കുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ആർഷവിവാഹം എന്നാണ് പറയുന്നത്. അടുത്ത വിവാഹമാണ് പശുപതി വിവാഹം എന്ന് പറയും. എന്താണ്? പശുപതിയല്ല, പ്രജാപതി വിവാഹം. പ്രജാപതി വിവാഹം എന്ന് പറയുന്നത് മാരേജ് വിത്തൗട്ട് ഡൗറി ആൻഡ് ബ്രൈഡ് പ്രൈസ് എന്നാണ് പറയുന്നത്. അതായത് പ്രജാപതി വിവാഹം വെച്ചാൽ സ്ത്രീധനം വാങ്ങാതെയുള്ള വിവാഹത്തിനെയാണ് പ്രജാപതി വിവാഹം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ഗാന്ധർവ വിവാഹമുണ്ട്. എന്താണ് ഗാന്ധർവ വിവാഹം എന്ന് ചോദിച്ചാൽ, ബൈ കൺസെൻറ്റ് ഓഫ് 2 പാർട്ടീസ് ഓൺ മോഡേൺ ലവ് മാരേജ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ആധുനിക ലവ് മാരേജ് പോലെ 2 പേർ, അതായത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനെയാണ് ഗാന്ധർവ വിവാഹം എന്ന് വിളിക്കുന്നത്. അടുത്തത് അസുര വിവാഹമുണ്ട്. എന്താണ് അസുര മാരേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ വില കൊടുത്ത് വാങ്ങി കല്യാണം കഴിക്കുന്ന പ്രക്രിയയാണ് അസുര വിവാഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത രാക്ഷസ വിവാഹമുണ്ട്. എന്താണ് രാക്ഷസ വിവാഹം എന്ന് ചോദിച്ചാൽ, മാരേജ് ബൈ ക്യാപ്ചറാണ്. അതായത് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന പ്രക്രിയയാണ് രാക്ഷസ വിവാഹം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്.
അടുത്തത് പൈശാച വിവാഹമുണ്ട്. എന്താണ് പൈശാച വിവാഹം എന്ന് ചോദിച്ചാൽ സെഡക്ഷൻ ഓഫ് എ ഗേൾ വൈൽ അസ്ലീപ്പ് എന്നാണ് പറയണത്. മെൻ്റലി ഡിറേഞ്ച്ഡ് ഓർ ഡ്രിങ്ക്. അതായത് പൈശാചികം എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് സ്വബോധമില്ലാതിരിക്കുന്ന അവസരത്തിൽ, അതായത് കഞ്ചാവോ മദ്യമോ നൽകിയ ഒരു പെൺകുട്ടിയെ മയക്കി കിടത്തിയതിന് ശേഷം ആ പെൺകുട്ടിയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടുകയും അതുവഴി ആ കുട്ടിയെ വിവാഹിതത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് പൈശാച വിവാഹം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അന്നത്തെ കാലത്ത് ഋഗ്വേദ സമൂഹം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർക്ക് വിവാഹം കഴിക്കുവാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ 4 തരത്തിലുള്ള വിവാഹങ്ങളുണ്ടല്ലോ, ബ്രഹ്മവിവാഹവും ദൈവ വിവാഹവും ആർഷ വിവാഹവും പ്രജാപതി വിവാഹവും മാത്രമേ അനുവദിച്ച് നൽകിയിരുന്നുള്ളൂ. ഇനി അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന 2 തരത്തിലുള്ള മാരേജുകളുണ്ട്. അതിലൊന്നാണ് അനുലോമ മാരേജ്. എന്താണ് അനുലോമ വിവാഹം അല്ലെങ്കിൽ അനുലോമ മാരേജ് എന്ന് വെച്ചാൽ എന്താണ്? മാരേജ് ഓഫ് എ മാൻ ഇൻ ഹിസ് ഓൺ വർണ്ണ ഓർ ബിലോ ഹിസ് വർണ്ണ വാസ് കോൾഡ് അനുലോമ മാരേജ്. ഒരു പുരുഷൻ അവൻ്റെ സ്വന്തം സമുദായത്തിൽ നിന്നോ അവനേക്കാൾ കുറഞ്ഞ സമുദായത്തിൽ നിന്നോ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് നിയമത്തിന് നിരക്കുന്ന വിവാഹമാണ് എന്ന് പറയുന്നതാണ് അനുലോമ വിവാഹം എന്ന് പറയുന്നത്. പ്രതിലോമ വിവാഹമുണ്ട്. എന്താണ് പ്രതിലോമ വിവാഹമെന്ന് ചോദിച്ചാൽ ആ പ്രതിലോമ വിവാഹം എന്ന് പറയുന്നത് ഒരു വനിത അല്ലെങ്കിൽ ഒരു സ്ത്രീ അവളുടെ സ്വന്തം സമുദായത്തിലും താഴ്ന്ന സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രതിലോമ വിവാഹം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സൺ ഗോഡുകളെ നോക്കാം, അല്ല സൂര്യനും സൂര്യൻ്റെ അംശദേവതകളും എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് സൂര്യനാണ്. സർവ്വചരാചരങ്ങൾക്കും പ്രപഞ്ചത്തിനും ഊർജ്ജവും വെളിച്ചവും നൽകുന്നത് സൂര്യനാണ്. ആ സൂര്യൻ്റെ അംശാവതാരമാണ് സവിത്രി എന്ന് പറയുന്നത്. ഗായത്രി മന്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് സവിത്രി എന്ന് പറയുന്നത് ഈ ദേവതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ദേവതയാണ് പുഷാൻ എന്ന് പറയും. പുഷാൻ ആരെന്ന് ചോദിച്ചാൽ ഗോത്രവർഗ്ഗങ്ങളുടെ ദേവനാണ്. ഒരു ട്രൈബൽ ഗോഡാണ്. യാത്ര ചെയ്യുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുന്നൊരു ദേവനാണ്. കന്നുകാലികളെ മേച്ച് നടക്കുന്ന ആൾക്കാരുടെ ദേവനായിട്ടും കണക്കാക്കുന്നത് പുഷാൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിനെയാണ്. ഇനി 1-2 പദപ്രയോഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടൊരു പദപ്രയോഗമാണ് ദുഹിത്രി എന്ന് പറയുന്നത്. ദുഹിത്രി എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് വെച്ചാൽ പശുവിനെ കറക്കുന്നവൾ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മകൾക്ക് വേണ്ടി പറഞ്ഞിരുന്ന പേരാണ് ദുഹിത്രി എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു പേരാണ് അഖന്യ എന്ന് പറയുന്നു. അഖന്യ എന്ന് വെച്ചാൽ നോട്ട് ടു ബി കിൽഡ്, വധിക്കപ്പെടാൻ പാടില്ലാത്തവൾ എന്നുള്ളതാണ് അഖന്യ എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടുന്നത്. 3-മതൊരു പദമുണ്ടതാണ് ഗോഖന എന്ന് പറയുന്നത്. അതായത് അതിഥികളെ വിളിച്ചിരുന്ന പേരാണ് ഗോഖന എന്നാണ് അതിഥികളെ വിളിച്ചിരുന്ന പേര്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ത്രീ ദേവതകൾ ആരെല്ലാമെന്ന് നമുക്ക് നോക്കാം, അല്ലേ. പ്രഭാതത്തിൻ്റെ ദേവതയെ വിളിച്ചിരുന്ന പേരാണ് ഉഷദേവത. അതാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ഉഷപൂജ എന്നൊക്കെ കേൾക്കുന്നത്. ദേവതകളുടെ മാതാവ്, ദൈവങ്ങളുടെ അമ്മ അറിയപ്പെട്ട പേരാണ് അതിഥി എന്ന പേരിലാണ് ദൈവങ്ങളുടെ അമ്മ അറിയപ്പെട്ടത് അതിഥി എന്ന പേരിലാണ്. ഭൂമി ദേവത അറിയപ്പെട്ട പേരാണ് പൃഥ്വി. പൃഥ്വി എന്ന പേരിലാണ് ഭൂമി ദേവത അറിയപ്പെട്ടത്. ഇനി വനദേവതയുണ്ട്. വനദേവതയുടെ പേരാണ് ഫോറസ്റ്റ് ഗോഡസ്. വനദേവത അറിയപ്പെട്ടത് അരിയാണി എന്ന പേരിലാണ് വനദേവത അറിയപ്പെട്ടത്. അപ്പോൾ വനദേവത അറിയപ്പെട്ട പേര് ആര്യാണി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി സരസ്വതി എന്ന ദേവിയുണ്ട്. സരസ്വതി ആരാണ്? നദീദേവതയാണ്, റിവർ ദേവതയാണ്, അല്ലെ. റിവർ ഡൈറ്റിയാണ് സരസ്വതി. സരസ്വതിയാണ് അതാണ് നദീദേവത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ കാലത്ത് എക്കോണമി എങ്ങനെയായിരുന്നു നോക്കാം. ഋഗ്വേദ കാലഘട്ടത്തിൽ എക്കോണമിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അവർ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന സമൂഹമായിരുന്നു. അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് ബാർലിയും ഗോതമ്പും അരിയും കൃഷി ചെയ്തിരുന്നു. അതേപോലെ തന്നെ എണ്ണക്കുരുക്കളെക്കുറിച്ചും പരുത്തിയെക്കുറിച്ചുമെല്ലാം അവർക്ക് അറിവുണ്ടായിരുന്നു. അവർ ആ കൃഷിയും ചെയ്തിരുന്നു. അവർ കന്നുകാലികളെ ഇണക്കി വളർത്തിയിരുന്നു. പശുവിനെ മാത്രമല്ല, അവർ മറ്റ് പല ജീവജാലങ്ങളെയും പ്രത്യേകിച്ച് നോക്കിയാൽ എന്തിനേലും ഇണക്കി വളർത്തിയിരുന്നു. കഴുതകളെ ഇണക്കി വളർത്തിയിരുന്നു, പട്ടികളെ അല്ലെങ്കിൽ നായകളെ ഇണക്കി വളർത്തിയിരുന്നു, കാളകളെ ഇണക്കി വളർത്തിയിരുന്നു, കുതിരയെയും ചെമ്മരിയാടിനെയും ആടിനെയും എല്ലാം ഇണക്കി വളർത്തിയിരുന്ന ജനതയായിരുന്നു വേദകാലഘട്ടത്തിലെ ജനത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്തു? സാധനങ്ങൾ കൈമാറ്റം ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഒരു നാണയ വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്ന നിഷ്ക എന്ന് പറഞ്ഞൊരു സമ്പ്രദായവും ആരുടെ കൈവശമുണ്ടായിരുന്നു? നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതയെ അപേക്ഷിച്ച് ഈ ആര്യന്മാർ വന്നതിന് ശേഷമുള്ള വേദകാല സമൂഹത്തിലുണ്ടായിരുന്നു എന്നറിയാം. ഇവർ പല പല തൊഴിലുകളും ചെയ്തിരുന്നു. ഇവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട തൊഴിലെന്തെല്ലാമാണ്? കാർപ്പൻ്റർമാരായിരുന്നു. അതേപോലെ തന്നെ ഗോൾഡ് സ്മിത്ത് ഉണ്ടായിരുന്നു, ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നു,
വീവേഴ്സ് ഉണ്ടായിരുന്നു, പോട്ടേഴ്സ് ഉണ്ടായിരുന്നു, ലെതറേഴ്സ് ഉണ്ടായിരുന്നു, ഫിസിഷ്യൻസ്, അതായത് വൈദ്യന്മാരാണ് ഫിസിഷ്യൻസ്. ലെതേഴ്സ് എന്ന് വെച്ചാൽ ചെരുപ്പ് കുത്തികളാണ്. പോട്ടേഴ്സ് എന്ന് വെച്ചാൽ കുശവന്മാർ, കുടമുണ്ടാക്കുന്ന ആൾക്കാരാണ്. വീവേഴ്സ് എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരാണ്. ബ്ലാക്ക് സ്മിത്ത് എന്ന് വെച്ചാൽ കൊല്ലപ്പണി നടത്തുന്ന ആൾക്കാരാണ്. ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണപ്പണി നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തൊഴിൽ മേഖലയിൽ അഭിരമിച്ചിരുന്ന ആളുകളുണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു ഏത് വേദകാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലേറ്റർ വേദിക് കാലഘട്ടത്തെക്കുറിച്ച് നോക്കാം. ലേറ്റർ വേദിക് കാലഘട്ടം എന്ന് വെച്ചാൽ വേദകാലഘട്ടത്തിന് ശേഷമുണ്ടായ കാലഘട്ടത്തിനെയാണ് നമ്മൾ ലേറ്റർ വേദിക് കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് 1000 BC മുതൽ 600 BC വരെയുള്ള ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ലേറ്റർ വേദിക് പീരീഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആര്യന്മാർ എന്ന് പറഞ്ഞ ജനവിഭാഗം എന്ത് ചെയ്തു? സപ്തസിന്ധുവാന എന്നുള്ള റീജിയണിൽ നിന്നും അവർ വീണ്ടും പുതിയ നദീതട പ്രദേശങ്ങൾ കണ്ടെത്തി വളക്കൂറുള്ള മണ്ണ് നോക്കി കൃഷി ഇറക്കി വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ അവർ ഇവിടെ വരെ എത്തി, വിന്ധ്യപർവ്വതം വരെ എത്തി, അതേപോലെ തന്നെ ബംഗാൾ വരെയുള്ള ഏരിയയിലേക്കൊക്കെ വ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഇവരുടെ സാമൂഹിക ക്രമം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവരുടെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു വേദകാലഘട്ടത്തിലുണ്ടായിരുന്ന ചെറിയ ഗോത്രങ്ങളായിരുന്നു, അതിൻ്റെ പേര് ജന എന്ന പേരിലായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കാലാന്തരത്തിൽ എന്ത് ചെയ്യുകയാണ്? വീണ്ടും വളർന്ന് വികാസം പ്രാപിച്ചുകൊണ്ട് ഒരു ജനപദം അഥവാ കിങ്ഡം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. രാജാക്കന്മാർ കൂടുതൽ കരുത്തന്മാരായിട്ട് മാറ്റപ്പെടുന്നൊരു കാലഘട്ടമായിരുന്നു. രാജാക്കന്മാരെല്ലാം നിയന്ത്രിച്ചിരുന്ന സഭയും സമിതിയും വിധാതായുടെയും എല്ലാം പവർ എന്ന് പറയുന്നത് കുറഞ്ഞു തുടങ്ങി. കൂടാതെ ഈ രാജാക്കന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ കൂടുതൽ പവർഫുള്ളായിട്ട് വന്നു തുടങ്ങി. ഈ വനിതകൾ എന്ന് പറഞ്ഞവർ അസംബ്ലികളിൽ പങ്കെടുത്തിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ വിമൺ വെയർ നോ ലോങ്ങർ പെർമിറ്റഡ് ടു അറ്റൻഡ് ദ അസംബ്ലീസ്. അസംബ്ലികളിൽ പങ്കെടുക്കുവാനായിട്ട് വനിതകൾക്ക് സാധിക്കാത്ത ഒരു അവസ്ഥാവിശേഷമുണ്ടായി. അതായത് സ്ത്രീകളുടെ പദവി എന്ന് പറയുന്നത് ചുരുക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ലേറ്റർ വേദിക് കാലഘട്ടം. ഇക്കാലത്ത് സമൂഹത്തെ അടക്കി ഭരിച്ചിരുന്ന ആൾക്കാരായിരുന്നു എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ നോബിൾസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് രാഷ്ട്രമെന്ന് പറയുന്ന ഒരു പദം പതുക്കെ പ്രത്യക്ഷപ്പെട്ട് വരുന്നതായി നമ്മൾ കണ്ടെത്തുന്നത്. ഇനി ഈ കാലഘട്ടത്തിലെ സോഷ്യൽ ഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. സമൂഹം 4 വർണ്ണങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടൊരു കാലഘട്ടമാണ് ഇത്. ഈ 4 കാലഘട്ടങ്ങളിലെ വർണ്ണങ്ങളായിരുന്നു ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമെല്ലാം സമൂഹത്തിന് 4 വിഭാഗങ്ങളായിരുന്നു. ഇതിൽ ബ്രാഹ്മണനെ നമ്മൾ നോക്കിയാൽ അറിയാം. ആരാണ് ബ്രാഹ്മണൻ? യാഗങ്ങളും യജ്ഞങ്ങളും ബലികളുമെല്ലാം ചെയ്തിരുന്ന ആൾക്കാരാണ് ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ. അക്കാലത്ത് ബ്രാഹ്മണന്മാർ 16ഓളം വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരാണ് സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. ബ്രാഹ്മണൻ എന്ന് പറയുന്നവൻ വിദ്യാഭ്യാസം നേടിയവനായിരുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഉത്ഭവിക്കപ്പെട്ടവൻ എന്നൊരു കോൺസെപ്റ്റായിരുന്നു ബ്രാഹ്മണനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അടുത്ത ക്ഷത്രിയന്മാരാണ്. ക്ഷത്രിയന്മാരെന്ന് പറയുന്ന യുദ്ധം ചെയ്യുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്ന വിഭാഗമാണ് ക്ഷത്രിയന്മാരെന്ന് പറയുന്നത്. ഇവർ കരുത്തന്മാരായിരുന്നു. ഇവരുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ നെഞ്ചിൽ നിന്നും കൈകളിൽ നിന്നുമായിട്ടാണ് ക്ഷത്രിയന്മാർ ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത്. ഇനി 3ാമത്തെ വിഭാഗമാണ് വൈശ്യന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ. വൈശ്യന്മാരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ, ഇവർ കച്ചവടം ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു, കന്നുകാലികൾ ഇണക്കി വളർത്തിയിരുന്ന ആൾക്കാരായിരുന്നു, വ്യാപാരികളായിരുന്നു, അതേപോലെ തന്നെ കരകൗശല വിദ്യകൾ അറിയുന്ന ആൾക്കാരായിരുന്നു, ലോഹപ്പണികൾ അറിയുന്ന ആൾക്കാരായിരുന്നു. ഇവരായിരുന്നു സമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന എണ്ണം എന്ന് പറയുന്നത്. ക്ഷത്രിയന്മാരെ അപേക്ഷിച്ചുകൊണ്ട് ഇവർ ആണ് കുറച്ചുകൂടി സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷത്രിയന്മാർ ഇവരിൽ നിന്നും നികുതി പണം വസൂലാക്കുവാനുള്ള നടപടികളും നീക്കിയിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അന്ത്യമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ കിടന്നിരുന്ന വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അവരുടെ പേരാണ് ശൂദ്രന്മാർ എന്ന പേരിലാണ് അവരറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ശൂദ്രന്മാർ വെച്ചാൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളായിരുന്നുവെങ്കിൽ ആദ്യത്തെ 2 വിഭാഗങ്ങൾ, അതായത് ബ്രാഹ്മണനും ക്ഷത്രിയനും അറിയപ്പെട്ടിരുന്ന പേര് ദ്വിജാസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ ജനിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഉപനയനം എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസത്തിൻ്റെ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു ചടങ്ങായിരുന്നു. ഈ 3 വിഭാഗം, അതായത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമായിരുന്നു ഉപനയനം നടത്തുവാനായിട്ട് അനുവാദമുണ്ടായിരുന്നത്. ബ്രാഹ്മണർക്ക് 8ാമത്തെ വയസ്സിൽ ഉപനയനം നടത്തുന്നതിനും ക്ഷത്രിയന്മാർക്ക് 11ാമത്തെ വയസ്സിൽ ഉപനയനം നടത്തുന്നതിനും വൈശ്യന്മാർക്ക് 12ാമത്തെ വയസ്സിൽ ഉപനയനം നടത്തുന്നതിനുമാണ് അനുവാദം നൽകിയിരുന്നത്.
നഗരമെന്നുള്ള ആശയം ആദ്യമായിട്ട് ഉടലെടുത്ത് വന്നത് പിൽക്കാല വേദ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ലേറ്റർ വേദിക് ഏജിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തെ സമൂഹം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചു വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. ഇനി വേദകാല ലിറ്ററേച്ചർ എന്തായിരുന്നു നമുക്ക് നോക്കാം. വേദകാല ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അന്ധകാലത്ത് എഴുത്തുകുത്തുകൾ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. കേൾക്കുക, ഓർക്കുക, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്മൃതി എന്ന് പറയുന്ന ഓർമ്മയെയും ശ്രുതി എന്ന് പറഞ്ഞ ഭാഷണത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു വേദകാലഘട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വേദകാലഘട്ടം എന്ന് പറയുന്നത് ശ്രുതിയിലും സ്മൃതിയിലുമായിരുന്നു എന്ന് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട സ്മൃതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് മനുസ്മൃതിയെ ആയിരുന്നു. ഇനി ഋഗ്വേദത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഋഗ്വേദം എന്ന് വെച്ചാൽ 10 മണ്ഡലങ്ങൾ ഉള്ള ഒരു പുസ്തകമായിരുന്നു. അതിൽ 2 മുതൽ 7 വരെയുള്ള ആ മണ്ഡലങ്ങളാണ് ഏറ്റവും പഴക്കം ചെന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത്. 1, 8, 9, 10 ഒക്കെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ എത്തിയ പുസ്തകങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഋഗ്വേദം എന്ന് പറയുന്നത് 1028 മന്ത്രോച്ചാരണങ്ങളുള്ള ഒരു പുസ്തകമാണ് ഋഗ്വേദം. ഇത് 1500 BC-ക്കും 1000 BC-ക്കും ഇടയിൽ ആര്യന്മാരാൽ രചിക്കപ്പെട്ടതാണ്. ഇത് പഞ്ചാബിൽ വെച്ചാണ് രചിക്കപ്പെട്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഋഗ്വേദത്തിലെ 9ാമത്തെ മണ്ഡലം, ആ 9ാമത്തെ മണ്ഡലം പറയുന്നത് എന്താണ്? സോമ എന്ന് പറയുന്ന ആ ഒരു ദേവതയെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. സോമ എന്ന മണ്ഡലത്തെക്കുറിച്ചാണ് 9ാമത്തെ മണ്ഡലത്തിൽ പറയുന്നത്. 10ാമത്തെ മണ്ഡലം എന്ന് പറയുന്നതാണ് പുരുഷ സൂക്തം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയെ പറ്റി പറയുന്നത്. അപ്പോൾ പുരുഷ സൂക്ത മണ്ഡലം അല്ലെങ്കിൽ മന്ത്രം എന്ന് പറയുന്നത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്ത മന്ത്രം എന്ന് വെച്ചാൽ 10ാമത്തെ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നമ്മൾ സാമവേദമാണ് നോക്കുന്നത്. സാമവേദം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ധരിക്കാം, ഒരു സംഗീതാത്മകമായൊരു താളമാണ് സാമവേദം എന്ന് പറയുന്നത്. 1603 മന്ത്രങ്ങളാണ് സാമവേദത്തിലുള്ളത്. ഇതിൽ തന്നെ 99 ഒഴികെ മറ്റുള്ളതെല്ലാം ഉത്ഭവിച്ചു വന്നത് എവിടെ നിന്നാണ്? ഋഗ്വേദത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അടുത്തത് യജുർവേദമാണ്. എന്താണ് യജുർവേദം? യജുർവേദം എന്ന് വെച്ചാൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നതാണ് യജുർവേദം എന്ന് പറയുന്നത്. യജുർവേദത്തെ തന്നെ 2 രീതിയിൽ തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ശുക്ല യജുർവേദവും മറ്റൊന്ന് കൃഷ്ണ യജുർവേദവും എന്നാണ് പറയുന്നത്. അപ്പോൾ ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദവും ഇങ്ങനെ 2 തരത്തിലുള്ള വേദങ്ങളുണ്ട് എന്നോർക്കുക. ഇനി അടുത്തത് അഥർവവേദമാണ് വരുന്നത്. അഥർവവേദം എന്ന് വെച്ചാൽ എന്താണ്? മാന്ത്രിക ശക്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് അല്ലെങ്കിൽ ബുക്കാണ് ആ അഥർവവേദം എന്ന് പറയുന്നത്. ഇതിൽ 711 മന്ത്രങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് 20 കാണ്ഡങ്ങളിലായിട്ടാണ് അധിവസിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ആര്യന്മാരല്ലാത്തവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്തത് ബ്രാഹ്മണാസ് എന്ന് പറയുന്നതാണ്. ബ്രാഹ്മണാസ് എന്ന് വെച്ചാൽ അതെന്താണ്? അത് നമ്മുടെ വേദങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കി മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സാധനമാണ് ബ്രാഹ്മണങ്ങളും. ആരണ്യകങ്ങളും ഇതേപോലെ തന്നെ എന്താണ്? ജനങ്ങൾക്ക് ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സാധനമാണ് ആരണ്യകങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൂടുതലും മഹർഷിമാർ കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്തതായതുകൊണ്ടാണ് ഇതിനെ ആരണ്യത്തിൻ്റെ അകങ്ങളിൽ വെച്ച് എഴുതിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി ഉപനിഷത്തുക്കൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ്? സ്റ്റുഡൻറ്റ് ടീച്ചറുടെ തൊട്ടടുത്തിരുന്ന് കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഉപനിഷത്തുകൾ. അതായത് വേദങ്ങൾ എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു? ബ്രാഹ്മണങ്ങളായും ആരണ്യകങ്ങളായും തരംതിരിച്ചു. എന്നിട്ട് കുറച്ചുകൂടി ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആ വേദങ്ങൾ വീണ്ടും ഉപനിഷത്തുകൾ എന്ന രീതിയിൽ നമ്മൾ തരംതിരിക്കുകയാണ്. ആകെ 108 ഉപനിഷത്തുകൾ ആണ് ഉള്ളത്. ഉപനിഷത്തുകൾ എഴുതപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് BC 500 വരെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഉപനിഷത്തുകൾ എഴുതപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. അടുത്തതായിട്ട് ഓരോ ഉപനിഷത്തുക്കളും ഏതെല്ലാം വേദങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഇതിൽ ഐതരേയ ഉപനിഷത്തും കൗശീതകി ഉപനിഷത്തും ഉണ്ട്. ഐതരേയ ഉപനിഷത്തും കൗശീതകി ഉപനിഷത്തും അത് ഋഗ്വേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപനിഷത്തുകളാണ്. ഐതരേയ ഉപനിഷത്തും കൗശീതകി ഉപനിഷത്തും. ഛാന്തോക്യ ഉപനിഷത്തും കേന ഉപനിഷത്തുമുണ്ട്. ഛാന്തോക്യ ഉപനിഷത്തും കേന ഉപനിഷത്തും ബന്ധപ്പെട്ടിരിക്കുന്നത് സാമവേദവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഛാന്തോക്യ ഉപനിഷത്തും കേന ഉപനിഷത്തും ബന്ധപ്പെട്ടിരിക്കുന്നത്. തൈത്തിരീയ ഉപനിഷത്തും കഥ ഉപനിഷത്ത് അല്ലെങ്കിൽ കഠോപനിഷത്തുണ്ട്. തൈത്തിരീയ ഉപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതസ്വതാര ഉപനിഷത്ത് എന്നിവ കൃഷ്ണ യജുർവേദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണ യജുർവേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപനിഷത്തുക്കളാണ് തൈത്തിരീയ ഉപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതസ്വതാര ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതുപോലെ ബൃഹദാരണ്യകം, ഈശോവാസ്യം. ബൃഹദാരണ്യകം ഏറ്റവും വലിയ ഉപനിഷത്തും ഈശോവാസ്യം ഏറ്റവും ചെറിയ ഉപനിഷത്തുമാണ്. ബൃഹദാരണ്യകവും ഈശോവാസ്യവും ഉപനിഷത്തുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ശുക്ല യജുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
പ്രശ്ന ഉപനിഷത്തുണ്ട്, മുണ്ടക ഉപനിഷത്തുണ്ട്, അതേപോലെ മാണ്ഡൂക്യ ഉപനിഷത്തുണ്ട്. അപ്പോൾ പ്രശ്ന ഉപനിഷത്തും മുണ്ടക ഉപനിഷത്തും മാണ്ഡൂക്യ ഉപനിഷത്തും ബന്ധപ്പെട്ടിരിക്കുന്നത് അഥർവ വേദങ്ങളുമായിട്ടാണെന്ന് കൂടി ഓർക്കുക. ഇനി അടുത്തത് ആശ്രമധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആശ്രമം എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മനുഷ്യൻ ജീവിക്കുന്ന ജീവിതചക്രത്തിനെയാണ് ആശ്രമം എന്ന് പറയുന്നത്. ഈ ആശ്രമകാലത്തിൽ അദ്ദേഹം 4 ആശ്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 4 ആശ്രമങ്ങളാണ് 4 സ്റ്റേജസ് അല്ലെങ്കിൽ ആശ്രമധർമ്മങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ആശ്രമധർമ്മം വെച്ചാൽ ഒരു വിദ്യാർത്ഥി ജീവിതം നയിക്കുന്ന കാലഘട്ടത്തിനാണ് അദ്ദേഹത്തെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അതേപോലെ വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴാണ് അതിനെ ഗൃഹസ്ഥ ആശ്രമം എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് ആ വിവാഹ ജീവിതത്തിൽ നിന്നും ഭാഗികമായിട്ടുള്ളൊരു റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയത്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് വാനപ്രസ്ഥമെന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ സന്യാസം സ്വീകരിക്കുന്നൊരവസ്ഥയാണ്, അതായത് കംപ്ലീറ്റ് റിട്ടയർമെൻറ്റ് ഫ്രം ലൈഫാണ്, അതിനെയാണ് സന്യാസം എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി എന്താണ് പുരാണങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. പുരാണങ്ങളെന്ന് പറയുന്നത് എന്താണ്? വേദങ്ങൾ വന്നു, വേദങ്ങളിൽ നിന്ന് വീണ്ടും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും വന്നു, അതിനുശേഷം എന്ത് വരികയാണ്? അതിനുശേഷം ഉപനിഷത്തുക്കൾ വരികയാണ്. ആ ഉപനിഷത്തുക്കൾ വീണ്ടും ലളിതമാക്കിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് പുരാണങ്ങളെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് പുരാണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മർക്കണ്ഡേയ പുരാണം, മത്സ്യപുരാണം, വായുപുരാണം, വിഷ്ണുപുരാണം, സ്കന്ദപുരാണം, ഇങ്ങനെ 18ഓളം പുരാണങ്ങളും അത്ര തന്നെ ഉപപുരാണങ്ങളുണ്ട്. അപ്പോൾ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും നമുക്കുണ്ട്. ഈ പുരാണങ്ങൾ എഴുതപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 5-ാം നൂറ്റാണ്ട് BC മുതൽ 12-ാം നൂറ്റാണ്ട് AD വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത്. ഇതിന് ശേഷമാണ് ഇതിഹാസങ്ങൾ പിറന്നത്. ഇതിഹാസങ്ങളെന്ന് പറയുന്നതാണ് എപ്പിക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ രാമായണവും മഹാഭാരതവുമാണ് നമ്മുടെ ഇവിടെയുള്ള എപ്പിക്കുകൾ. നമ്മൾ കേട്ടിരിക്കുന്നത് രാമായണമാണ് ആദ്യത്തെ ഇതിഹാസമെന്നും അതിനുശേഷമാണ് മഹാഭാരതം എഴുതപ്പെട്ടത് എന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ എഴുതപ്പെട്ട കാലഗണന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രഗണന വെച്ച് നോക്കിയ രാമായണമാണ് ആദ്യമെങ്കിലും മഹാഭാരതം കാലഘട്ടം 2ാമത് ആണെങ്കിലും, അതായത് ത്രേതായുഗത്തിലാണ് രാമായണവും ദ്വാപരയുഗത്തിലാണ് മഹാഭാരതവും എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് എഴുതപ്പെട്ടിരിക്കുന്ന എന്താണ്? ആദ്യം എഴുതിയത് മഹാഭാരതവും 2ാമതാണ് രാമായണം എഴുതിയത് എന്നുമാണ് പറയുന്നത്. ഈ മഹാഭാരതം ആദ്യം എഴുതുമ്പോൾ അതിൻ്റെ പേര് ജയസംഹിത എന്നായിരുന്നു പേര്. ജയസംഹിത എഴുതപ്പെട്ടപ്പോൾ അതിന് വെറും 8800 വരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു? ഇതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് 24,000 വരികളാക്കി വർദ്ധിപ്പിച്ചു. അന്നാണിത് ഭാരതം എന്ന പേരിൽ അറിയപ്പെട്ടത്. അത് വീണ്ടും വർദ്ധിപ്പിച്ചിട്ട് 1,00,000-ഓളം വരികളായി കഴിഞ്ഞപ്പോഴാണ് അതിനെ മഹാഭാരതം എന്ന പേരായി വിളിക്കാൻ തുടങ്ങിയത്. ഇതേപോലെ വാൽമീകി എഴുതിയ ഒറിജിനൽ രാമായണത്തിൽ ഉണ്ടായിരുന്ന വരികൾ വെറും 6,000 വരികൾ മാത്രമായിരുന്നു. വാൽമീകിയുടെ ഒറിജിനൽ രാമായണത്തിൽ ഉണ്ടായിരുന്നത് 6,000 വരികൾ മാത്രമായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ഇത് വർദ്ധിച്ച് 12,000-ഓളം വരികളെത്തി. 12,000-ഓളം വരികളിൽ നിന്ന് 24,000-ഓളം വരികളിലെത്തി നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയുള്ള രാമായണം പൂർത്തീകരിക്കപ്പെട്ടത് ഏകദേശം 12ാമത്തെ നൂറ്റാണ്ടിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഇവിടെ സൂത്രവിദ്യകളുണ്ട്. എന്താണ് സൂത്രവിദ്യകൾ വെച്ചാൽ കൽപ്പസൂത്രങ്ങളെന്ന് പറഞ്ഞ വിദ്യകളാണ്. അതായത് വേദകാലഘട്ടത്തിൽ പഠിച്ചെടുത്ത കാര്യങ്ങൾ പലതും പല രീതിയിൽ ചെയ്തേണ്ടതായിട്ട് വരുന്നതിനെയാണ് നമ്മൾ സൂത്രങ്ങളെന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ് സ്രോതസൂത്രം എന്ന് പറയില്ല, സ്രോതസൂത്രാസ് എന്ന് പറയും. അതായത് പൊതു ചടങ്ങുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സ്രോതസൂത്രങ്ങൾ എന്ന് പറയുന്നത്. ഡീലിംഗ് വിത്ത് ലാർജ് പബ്ലിക് സാക്രിഫൈസസ് എന്ന് പറയും. ഇനി അതേപോലെ ഗൃഹസൂത്രാസ് ഉണ്ട്. അതായത് ഒരു വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനം, അതിൻ്റെ പേരിടീല്, വിവാഹം, മരണം മുതലായ കാര്യങ്ങളാണ് ഗൃഹസൂത്രത്തിലുള്ളത്. ധർമ്മസൂത്രങ്ങളുണ്ട്. ധർമ്മസൂത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമൂഹത്തിൽ നടമാടുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നതാണ്, സോഷ്യൽ കസ്റ്റംസാണ് ധർമ്മസൂത്രം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി. ഇതിൽ പ്രധാനമായിട്ട് ഏറ്റവും വലിയ ധർമ്മസൂത്രം വെച്ചാൽ വിഷ്ണു ധർമ്മസൂത്രമുണ്ട്, മാനവധർമ്മശാസ്ത്രമുണ്ട്, വിഷ്ണുധർമ്മശാസ്ത്രമുണ്ട്, യാജ്ഞവൽക്യ സ്മൃതി, ഇവയൊക്കെ എന്താണ്? മനുസ്മൃതി, ഇതൊക്കെ എന്താണ്? നമ്മുടെ ധർമ്മസൂത്രമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. അതായത് ഒരു മനുഷ്യൻ ധർമ്മമാർഗത്തിൽ എപ്രകാരമാണോ ചലിക്കേണ്ടത് എന്നാണ് ഇവിടെ ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ മാനവധർമ്മശാസ്ത്ര ആൻഡ് മനുസ്മൃതി എന്ന് പറയുന്നതാണ് ഏറ്റവും പഴക്കമുള്ള കൃതികളായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ നിയമദാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ മാനവധർമ്മശാസ്ത്രം എഴുതി കൊടുത്ത മനുസ്മൃതി എഴുതിയ മനുവാണ് ആദ്യത്തെ ധർമ്മദാതാവ് എന്ന പേരിലാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ വേദങ്ങൾക്ക് ഉപവേദങ്ങളുണ്ട്. ആ വേദങ്ങളുടെ ഉപവേദങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉപവേദമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദം എന്ന് പറയുന്നത് മരുന്നുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആയുർവേദം. രണ്ടാമത് ധനുർവേദമുണ്ട്. ധനുർവേദം എന്ന് പറയാൻ നേരത്ത് ആർട്ട് ഓഫ് വാർഫെയർ, യുദ്ധങ്ങളെയും യുദ്ധതന്ത്രങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ധനുർവേദം എന്ന് പറയുന്നത്.
പിന്നീട് ഗന്ധർവ്വവേദം വരുന്നുണ്ട്. ഗന്ധർവ്വവേദം എന്ന് പറയാൻ നേരത്തെ എന്താണ്? ഡീലിംഗ് വിത്ത് മ്യൂസിക്കാണ്. മ്യൂസിക്കിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ഗന്ധർവ്വവേദം. പിന്നീട് വരുന്നത് ശില്പവേദമുണ്ട്. ശില്പവേദം എന്ന് പറയുമ്പോൾ എന്താണ്? ആർട്ട്, ലിറ്ററേച്ചർ, സ്കൾപ്ചർ മുതലായ ആർക്കിടെക്ചർ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ശില്പവേദം എന്ന് പറയുന്നത്. ഇനി വേദങ്ങൾ നമ്മൾ പഠിച്ചു. 4 വേദങ്ങളാണ്, ചതുർവേദങ്ങളാണുള്ളത്. എങ്കിൽ വേദങ്ങളുടെ അംഗങ്ങൾ ഏതാണെന്നറിയണം. അതിനെയാണ് വേദാംഗങ്ങളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വേദത്തിന് 6 അംഗങ്ങളാണുള്ളത്. അത് ഒരു ശ്ലോകപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിക്കൽപ്പോ നിരുക്തം ച ശിക്ഷാവ്യാകരണം തഥാ ഛന്ദോ വിജിതരേതാനി ഷഡാംഗാനി വിജുശ്രുതേ. അപ്പോൾ ജ്യോതിഷപ്രകാരം നമ്മൾ നോക്കുമ്പോൾ 6 ഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് വേദത്തിന് 6 അംഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ശിക്ഷ അഥവാ ഫോണറ്റിക്സ്, അതിന് നമ്മൾ ശബ്ദശാസ്ത്രം എന്നാണ് പറയുന്നത്. കൽപ്പസൂത്രമുണ്ട്, അല്ലെ കൽപ്പശാസ്ത്രം. കൽപ്പം എന്ന് വെച്ചാൽ റിച്വൽസ്, ആചാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. റിച്വൽസാണ് കൽപ്പം. വ്യാകരണമുണ്ട്. വ്യാകരണം വെച്ചാൽ ഗ്രാമറാണ് വ്യാകരണം. ഛന്ദസ് അഥവാ മെട്രിക്സ്, അളവാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. നിരുക്തമുണ്ട്. നിരുക്തം എന്ന് വെച്ചാൽ പദങ്ങളുടെ ഉൽപ്പത്തി, അതിനെയാണ് നമ്മൾ എറ്റിമോളജി എന്ന് പറയുന്നത്. ജ്യോതിഷമുണ്ട്. ജ്യോതിഷത്തിനെയാണ് നമ്മൾ അസ്ട്രോണമി അല്ലെങ്കിൽ അസ്ട്രോളജി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ജ്യോതിഷത്തിനെയാണ് ആസ്ട്രോളജി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ നിരുക്തത്തിൽ ഏറ്റവും പഴയ നിരുക്തം എന്ന് പറയുന്നത് യാസ്കൻ എഴുതിയ നിരുക്തമാണത്. 5ാം സെഞ്ചുറിയിലാണ് എഴുതിയത്. അതേപോലെ വ്യാകരണം അഥവാ ഗ്രാമറിൽ ഏറ്റവും പഴയത് എന്ന് പറയുന്നത് പാണിനി എഴുതിയ അധ്യായിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേദത്തിൻ്റെ 6 അംഗങ്ങൾ നമ്മൾ പഠിച്ചതുപോലെ 6 സിസ്റ്റംസ് ഉണ്ട്. സിസ്റ്റംസ് ഓഫ് ഫിലോസഫി എന്നാണ് പറയുന്നത്. 6 ശാസ്ത്രങ്ങളും 6 വേദങ്ങൾ, 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 6 ശാസ്ത്രങ്ങൾ നമ്മൾ പഠിച്ചു. ശിക്ഷയും കൽപ്പവും വ്യാകരണവും ഛന്ദസ്സും നിരുക്തവും ജ്യോതിഷവും നമ്മൾ 6 ശാസ്ത്രങ്ങളായിട്ട് പഠിച്ചു. ഇത് നോക്കുന്നത് 6 സിസ്റ്റംസ് ആണ്, 6 ആചാരങ്ങളാണ്. അതിൽ ഒരെണ്ണമാണ് ന്യായശാസ്ത്രം എന്ന് പറയുന്നത്. ന്യായശാസ്ത്രം എന്ന് പറയുന്നത് ഗൗതമ മഹർഷിയാണ് ന്യായശാസ്ത്രത്തിൻ്റെ ആൾ. അനാലിസിസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അടുത്തത് വൈശേഷികമാണ്. വൈശേഷികം എന്ന് പറയുമ്പോൾ കണാദ മഹർഷിയാണ്. ഇത് അറ്റോമിക് സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം എന്നറിയപ്പെടുന്നത് കപില മഹർഷിയുടെ സിദ്ധാന്തമാണിത്. എന്യൂമറേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, കപിലൻ്റെ സംഖ്യാശാസ്ത്രം. അടുത്തത് യോഗശാസ്ത്രമാണ്. യോഗശാസ്ത്രം എഴുതിയത് പതഞ്ജലി മഹർഷിയാണ്. ആപ്ലിക്കേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. യോഗശാസ്ത്രം ആപ്ലിക്കേഷനാണ്, പതഞ്ജലി മഹർഷിയാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് പൂർവ്വമീമാംസയാണ്. പൂർവ്വമീമാംസ എന്ന് പറയുമ്പോൾ എൻക്വയറിയാണ്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ജൈമിനിയാണ്. ജൈമിനി തയ്യാറാക്കിയിരിക്കുന്നതാണ് എൻക്വയറി എന്ന് പറയുന്നത്. അടുത്തത് ഉത്തരമീമാംസയാണ്. ഉത്തരമീമാംസ എന്ന് പറയുമ്പോൾ വേദാന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വ്യാസനാണ്. വ്യാസനാണ് വേദാന്തത്തെക്കുറിച്ചുള്ള തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത്, അതായത് അന്നത്തെ കാലത്ത് ലേറ്റർ വേദിക് കാലഘട്ടത്തിലുണ്ടായിരുന്ന കുടങ്ങളുടെ നിറം നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, അതായത് കറുപ്പും ചുവപ്പും ഉണ്ടായിരുന്നു, പ്ലെയിൻ കളറിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അന്നത്തെ കാലത്തെ ഗോത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഗോത്ര എന്ന് പറയുന്ന പദം ലേറ്റർ വേദിക്ക് കാലഘട്ടത്തിലാണ് അതാണ് അപ്പിയർ ചെയ്യപ്പെട്ടത്, പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഗോത്ര എന്ന് പറയാൻ നേരത്തെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിനെയാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അന്നത്തെ കാലത്തെ ചില ഭരണ രംഗങ്ങളിലുണ്ടായിരുന്ന രാജാക്കന്മാരെ വിളിക്കുന്ന പേരാണ് ഇനി പരാമർശിക്കുന്നത്. റീജിയൻസ് ആൻഡ് കിങ്സ്. നമ്മൾ നോക്കുന്ന റീജിയൻസ് ആൻഡ് കിങ്സ്, ഓരോ പ്രദേശങ്ങളിലും ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ലേറ്റർ വേദിക് കാലഘട്ടത്തിന് ശേഷം വന്ന രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ രാജാക്കന്മാരില്ല, എന്നാലും അതിനുശേഷം വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ്, അതായത് കിഴക്കൻ പ്രദേശങ്ങളിലെ രാജാവ് അറിയപ്പെട്ടിരുന്ന സമ്രാട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ രാജാവ് അറിയപ്പെട്ട പേര് സുവ്രത് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇനി നോർത്തേൺ കിങ്സ്, വടക്കൻ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന വിരാടൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇനി സതേൺ കിങ്സ്, തെക്കൻ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഭോജരാജാക്കന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതേപോലെ ഈ മധ്യപ്രദേശങ്ങളിൽ, അതായത് കിങ് ഓഫ് മിഡിൽ കൺട്രി അറിയപ്പെട്ടിരുന്നത് രാജ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലേറ്റർ വേദ കാലഘട്ടത്തിലുള്ള ദേവതമാരെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുക നോക്കാം. ആദ്യകാലത്ത്, അതായത് വേദകാലഘട്ടത്തിലുണ്ടായിരുന്ന ദേവതമാരായിട്ടുള്ള ഇന്ദ്രനും അതേപോലെ തന്നെ മറ്റ് ദേവന്മാർക്കുമൊക്കെ എന്താണ് പ്രാധാന്യമൊക്കെ നഷ്ടപ്പെട്ടു. ഇന്ദ്രനും വരുണനും അഗ്നിക്കുമൊക്കെ അവരുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. പ്രജാപതി എന്ന് പറയുന്ന ദേവൻ കുറച്ചുകൂടി പവർഫുള്ളായിട്ട് വന്നു. മാത്രമല്ല രുദ്രനും വിഷ്ണുനും, ആദ്യകാലത്ത് മൈനർ ദേവതമാരായിരുന്ന രുദ്രനും വിഷ്ണുവൊക്കെ ഉയർന്നു വരികയാണുണ്ടായത്. പുഷാൻ എന്ന് പറഞ്ഞൊരു ദേവതയുണ്ടായിരുന്നു. ശൂദ്രന്മാരുടെ ദേവൻ എന്നാണ് പുഷാൻ അറിയപ്പെട്ടിരുന്നത്. ആ പുഷാൻ എന്ന് പറയുന്നത് എന്തായിപ്പെട്ടു? ശൂദ്രന്മാരുടെ ദേവനായിട്ട് അറിയപ്പെട്ടു. ബ്രാഹ്മണന്മാരുടെ മോയതാവിത്വവും ബ്രാഹ്മണന്മാരുടെ ഒരു കുത്തകയുമൊക്കെ സ്ഥാപിക്കപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു ഇത്. യജ്ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇവർ മാറ്റപ്പെട്ടു. രാജസൂയവും അശ്വമേധവും വാജപേയവും എല്ലാം രാജാവിൻ്റെ പവർ തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ്.
അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചാൽ ലേറ്റർ വേദിക്ക് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിൻറ്റ്സാണ് പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കി നോട്ട്സൊക്കെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ബാസീസ് അക്കാഡമിയുടെ ആ ഒരു ഫ്രീ ഓൺലൈൻ കോച്ചിങ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഫ്രീ ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.